عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. بسم الله الرحمن الرحيم. وما محمد إلا رسول قد خلت من قبله الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ മുഹമ്മദ് എന്ന പേരിൽ 4 ഇടങ്ങളിലായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മുഹമ്മദ് എന്ന പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് 4 സ്ഥലങ്ങളിലാണ്. അതിൽ ഒന്നാമത്തെ സ്ഥലം സൂറത്തു ആലി ഇംറാനിലെ 144-ാമത്തെ വചനത്തിലാണ്. ആ വചനമാണ് നാം ഓതിയത്. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ് ആ വചനത്തിൽ അല്ലാഹു തആല പറയാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? ധീരനായ അടർക്കളത്തിലെ ഒരു പോരാളിയായിട്ടാണ് ഒന്നാമത്തെ വചനത്തിൽ വിശുദ്ധ ഖുർആനിലെ ഒന്നാമതായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തുന്ന വചനത്തിൽ ധീരനായ അടർക്കളത്തിലെ ഒരു പോരാളിയായിട്ടാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതാണ് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ. നിശ്ചയമായും മുഹമ്മദ് അല്ലാഹുവിന്റെ ദൂതൻ മാത്രമാണ്. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ, അതായത് മുൻകാലങ്ങളിൽ നടന്നുപോയ കഴിഞ്ഞുപോയ ഓരോ പ്രവാചകന്മാരെ പോലെയുമുള്ള ഒരു പ്രവാചകൻ മാത്രമാകുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അഫഇൻ മാത ഔ ഖുതിൽ, ആ മുഹമ്മദ് നബി യുദ്ധത്തിൽ മരണപ്പെടുകയോ രക്തസാക്ഷിയാവുകയോ അല്ലെങ്കിൽ സ്വാഭാവികമായ മരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുകയോ ചെയ്യും. പുണ്യ നബിയുടെ ജീവിതത്തിൽ സ്വാഭാവികമായ മരണമോ അല്ലെങ്കിൽ രക്തസാക്ഷിത്വ മരണമോ സംഭവിച്ചേക്കാം. പിന്നെ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു നേതാവ് മരണപ്പെട്ടു എന്നറിയുമ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നത്? അങ്ങനെ ആരെങ്കിലും യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്ന സന്ദർഭത്തിൽ സത്യത്തിന്റെ വഴിയിൽ നിന്ന് ആരെങ്കിലും പിന്തിരിഞ്ഞു പോയാൽ അല്ലാഹുവിന് അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. വസയജിസില്ലാഹു ശാകിരീൻ, നന്ദി കാണിക്കുന്നവർക്ക് അല്ലാഹു ധാരാളം പ്രതിഫലം കൊടുക്കുന്നതാണ്. എന്താണ് ആയത്തിന്റെ വിശദീകരണം? മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നു, ലമ്മൻ ഹസമ മൻ ഹസമ മിനൽ മുസ്ലിമീന യൗമ ഉഹദ് യുദ്ധത്തിൽ ചില മുസ്ലിമീങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയ സന്ദർഭമുണ്ടായിരുന്നു. വഖുതില മൻ ഖുതില മിൻഹും, ചില ആളുകള് യുദ്ധത്തിൽ പരാജയത്തിന്റെ കൈപ്പുനീരിലേക്ക് മുസ്ലിം സൈന്യം പോയ സന്ദർഭത്തിൽ കുറച്ചാളുകൾ പിന്തിരിഞ്ഞോടുകയും കുറച്ചാളുകൾ വധിക്കപ്പെടുകയും ചെയ്തു. വഖുതില മൻ ഖുതില മിൻഹും, ആ സന്ദർഭത്തില് ഒരു പരാജയത്തിന്റെ കൈപ്പനീര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളും അനുഭവിച്ചപ്പോ ശൈത്താന്റെ രൂപം പൂണ്ട മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, അലാ ഇന്ന മുഹമ്മദൻ ഖദ് ഖുതില,
മുഹമ്മദ് വധിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഒരു ശബ്ദം കേൾക്കാം. ശൈത്താൻ വിളിച്ചു പറഞ്ഞു. ഈ ശബ്ദം കേട്ട സന്ദർഭത്തിലാണ് ദുർബലരായ കുറച്ച് വിശ്വാസികള് ആ യുദ്ധമുഖത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയത്. അതോടൊപ്പം ആ യുദ്ധത്തിൽ കുറച്ചാളുകൾ വധിക്കപ്പെടുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ ഇബ്നു ഖമീഅത ഇലാ മുശ്രിക്കീൻ, ഇബ്നു ഖമീഅ എന്ന വ്യക്തി മുശ്രിക്കീങ്ങളിലേക്ക് പോയിട്ട് ഫഖാല ലഹും, അയാൾ മുശ്രിക്കീങ്ങളുടെ നേതാക്കന്മാരോട് വിളിച്ചു പറഞ്ഞു, ഖതൽതു മുഹമ്മദാ, ഞാൻ മുഹമ്മദിനെ കൊന്നിരിക്കുന്നു. അങ്ങനെ അയാൾ പറയാൻ കാരണം എന്താണെന്നറിയുമോ? വൈന്നമാ കാന ഖദ് ളറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫശജ്ജഹു ഫീ റഅസിഹി, പുന്നാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയിലേക്ക് അയാൾ അക്രമം കാണിച്ചിരിക്കുന്നു, പരിക്കേൽപ്പിച്ചിരിക്കുന്നു. അയാൾ കരുതി മുഹമ്മദ് വധിക്കപ്പെട്ടു എന്ന്. അങ്ങനെ സന്തോഷത്തോടുകൂടെ ഈ ഒരു വാക്ക് അയാൾ തന്റെ ഖുറൈശി പ്രമുഖരായ ആളുകളോട് ചെന്നുകൊണ്ട് പറയുകയാണ്. ഈ സംസാരം കേട്ടപ്പോഴേക്ക് ശൈത്താൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു അത്രേ, മുഹമ്മദ് വധിക്കപ്പെട്ടിരിക്കുന്നു. ഇത് കേട്ട കുറച്ച് വിശ്വാസികൾ പിന്തിരിഞ്ഞോടി. കേട്ടപ്പോൾ ജനങ്ങൾ വല്ലാതെ തെറ്റിദ്ധരിച്ചു. അവര് വിചാരിച്ചു പോയി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂൽ വധിക്കപ്പെട്ടു എന്ന്. ആ സന്ദർഭത്തിൽ അവരെ വല്ലാതെ ഭയം പിടികൂടി. അങ്ങനെയാണ് അവർ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുന്നത്. ഈ സന്ദർഭത്തിലാണ് അള്ളാഹുവിന്റെ വചനം ഇറങ്ങുന്നത്. മുഹമ്മദ് എന്ന പ്രവാചകൻ വധിക്കപ്പെട്ടേക്കാം, രക്തസാക്ഷിയായേക്കാം, ഇല്ല എങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ മരിച്ചേക്കാം. ഇത് പ്രവാചകന്മാരുടെ നടപടിക്രമാണ്. മരിക്കാത്ത അള്ളാഹു അവശേഷിക്കുന്നുണ്ട്. മരിക്കാത്ത അള്ളാഹുവിന്റെ നിയമം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ആ നിയമത്തിന്റെ കൂടെ നിങ്ങൾ നിൽക്കണം എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അഥവാ മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യദൂതനാണ്, മനുഷ്യനാണ്, മരണമുള്ള ഒരു മനുഷ്യനായ പ്രവാചകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപക്ഷെ രക്തസാക്ഷിയായേക്കാം എന്ന പാഠം മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ പോലെ തന്നെയുള്ള ഒരു പ്രവാചകൻ മാത്രമാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുപോലെ ശത്രുക്കളോട് മുഖാമുഖം അടർക്കടത്തിൽ പോരാടിയ നേതാവാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. രക്തസാക്ഷിത്വം കുതിച്ച ആളാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ വ്യത്യസ്തനായ ഒരു ചരിത്രമാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ അവതരിപ്പിക്കുന്നത്. മറ്റുള്ള പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ ശത്രുക്കൾക്കെതിരെ അടർക്കടത്തിൽ ധീരമായി പോരാട്ടം നടത്തിയ സംഭവങ്ങൾ വളരെ കുറവാണ്. മൂസാ നബിയുടേത് ധീരമായ പോരാട്ടമില്ല, നൂഹ് നബിയുടേത് ധീരമായ പോരാട്ടമില്ല, യൂനുസ് നബിയുടേത് ധീരമായ പോരാട്ടമില്ല, ഇബ്രാഹിം നബിയുടേത് പോലും ശത്രുക്കൾക്കെതിരെ ആയുധമെടുത്ത് നടത്തുന്ന പോരാട്ടമില്ല. പക്ഷേ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിൽ ശത്രുക്കൾക്കെതിരെ ധീരമായി പോരാട്ടം നടത്തിയ ചരിത്രമാണുള്ളത്. ആ ചരിത്രമാണ്, ആ സംഭവമാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അങ്ങനെയുള്ള ധീരനായ ഒരു പോരാളി എന്ന മുഖമാണ് വിശുദ്ധ ഖുർആനിന്റെ ഈ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും കേട്ടതുമായ കാര്യം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.